ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലത്തെ വ്ളോഗ് തന്നെയാണേ. രാവിലത്തെ വ്ളോഗ് എടുക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇപ്പോൾ സ്കൂൾ വന്നപ്പോഴാണ് ഞാൻ ഈ രാവിലത്തെ വ്ളോഗ് എടുക്കുന്നത്. കാര്യം രാവിലെയാണ് എനിക്ക് ജോലിയുള്ളത് കേട്ടോ. കാര്യം കേശപ്പം പോകാൻ സമയമാകുമ്പോഴത്തേക്കിന് എൻ്റെ ഓൾമോസ്റ്റ് ജോലികളെല്ലാം കഴിയാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഈ ജോലിയുള്ള സമയത്ത് വ്ളോഗും എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെയാണേ. അപ്പോൾ രാവിലെ എണീറ്റൊക്കെ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് ലഞ്ച് ബോക്സൊക്കെ കഴുകി ഇവിടെ ഇങ്ങനെ കമത്തി വെച്ചിരുന്നേ. അപ്പോൾ പാത്രങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളൊരു ജോലി ആദ്യമേ ചെയ്തില്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗിൽ പറയും പിന്നെ എനിക്ക് മടിയാണ് കേട്ടോ. ഇങ്ങനെ കഴുകി കമഴ്ത്തി വെക്കാം, പക്ഷെ അതിൽ നിന്ന് എടുത്ത് വെക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ലഞ്ച് ബോക്സും അതൊന്നും ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചില്ല കേട്ടോ. അഥവാ ഇനി എണ്ണീറ്റ് വന്ന് രാവിലെ പാത്രം പറക്കി വെച്ചില്ലെങ്കിലേ പിന്നെ ഈ ലഞ്ച് ബോക്സ് കിടന്ന് തപ്പി പറക്കണമല്ലോ അതിനകത്ത് തോന്നും. അതുകൊണ്ട് അതിനെ ഇങ്ങനെ വെളിയിലെടുത്ത് കമത്തി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ അങ്ങ് എടുത്ത് ആദ്യം മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ ആദ്യമേ ചായപാത്രം എടുത്തിട്ട് കാപ്പി ഇടാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ ശീലങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളൊക്കെ ഇപ്പം എല്ലാവരും പറയും എപ്പോഴും ഒരേ സ്വഭാവമായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെ വന്നു ഓരോ ദിവസം കഴിയുന്നതോറും എല്ലാം മാറ്റം വരും. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ രാവിലത്തെ കാപ്പിയിടിയിൽ പോലും കേട്ടോ. ഞങ്ങൾ രാവിലെ എണ്ണീറ്റ് വന്ന ഉടനെ ഇങ്ങനെ കാപ്പി ചായ ഇടുന്ന ഒരു പതിവ് നേരത്തെ ഇല്ലായിരുന്നു. അങ്ങനെ പക്ഷേങ്കിൽ ഇപ്പോൾ അത് മാറി വന്നു. ഇപ്പോൾ ആരും എണ്ണീറ്റിട്ടില്ല, ഞാൻ മാത്രമേ എണ്ണീറ്റിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഇത്രയും കാപ്പി എനിക്ക് ഒറ്റയ്ക്ക് കുടിക്കാനാണ്. ഞാൻ ഇങ്ങനെ കപ്പിനകത്ത് ഒഴിച്ച് കുടിക്കും കേട്ടോ. അപ്പം അത്രയും വേണം. ഒരു 2 കപ്പോളം ഉണ്ട് കേട്ടോ. വലിയ കപ്പിന് 2 കപ്പോളം ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഇട്ട് വെച്ചിട്ട് കുടിക്കും. ഈ ഒരു കാപ്പി കുടിയൊന്നും അങ്ങനെ ഇല്ലാതിരുന്നതാണ്. ഇപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചായ ഇടുന്നതായാലും അങ്ങനെ എണ്ണീറ്റ് വരുന്നുണ്ട് ചായ എടുത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇനി ചേട്ടനും കാശിപ്പനും കൂടെ എണ്ണീറ്റ് വന്നു കഴിയുമ്പോൾ ഒരു ചായ ഇടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ ശീലങ്ങളും ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കേശപ്പന് ഫ്രൈഡ് റൈസാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പം ചോറ് കൊടുത്തു വിടുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് സ്കൂളിൽ പോയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിന് എപ്പോഴും റൈസൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് ഇരിക്കും. ഇപ്രാവശ്യം വാങ്ങിച്ചില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്ത് അമ്മ റൈസൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അവന് ഫ്രൈഡ് റൈസ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം അമ്മയ്ക്കും അറിയാമല്ലോ. അതുകൊണ്ട് അമ്മ റൈസ് വാങ്ങിച്ചുകൊണ്ട് തന്നു. അത് കണ്ടപ്പോഴേ കേശപ്പൻ പറഞ്ഞപ്പോൾ ഇന്ന് എന്തായാലും ഫ്രൈഡ് റൈസ് ആയിരിക്കണമെന്ന് കേട്ടോ. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസിനെ എങ്ങനെ മുട്ടയിടുക, വെജിറ്റബിൾസ് ചേർത്ത് എസൻസ് ഒഴിച്ചും എങ്ങനെയെങ്കിലൊക്കെ ഏതൊക്കെ രീതി വേണമെങ്കിലും വെക്കാമല്ലോ. അങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയാലും ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വെച്ച് എന്തുണ്ടാക്കിയാലും കേശപ്പൻ കഴിച്ചോളും കേട്ടോ. പക്ഷേ സാധാ ചോറ് മാത്രം കഴിക്കാനുള്ള അവനൊരിത്തിരി മടിയേ. അപ്പോൾ ഇതൊരു ചെറിയ കപ്പിന് ഒരു 1.5 കപ്പോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്രയും വെച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലേ രാവിലെയും കേശപ്പൻ ഇത് തന്നെ കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ കാപ്പിയൊന്നും അവന് വേണമെന്നില്ല. രാവിലെയും ഇത് തന്നെ അങ്ങ് കഴിക്കുക. അപ്പോൾ ആ രാവിലെ കഴിക്കാനോടുള്ള ഒരു കണക്കിന് ഞാനങ്ങ് ഇട്ടേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് ചിക്കൻ കറി വെച്ചായിരുന്നു. അപ്പോൾ ആ കറി വെച്ചപ്പോൾ കുറച്ച് ഫ്രൈ വൈകുന്നേരത്ത് ചെയ്തില്ല, ബാക്കി എടുത്ത് വെച്ചിരുന്നു. ഇന്നിപ്പം കേശപ്പന് ഇനി എന്ത് കൊടുത്തുവിട്ടാലും അതിൻ്റെ കൂടെ ഇച്ചിരി ഫ്രൈയും കൂടെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ. അത് ഉപകാരമായി. ഇന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കൊടുത്തുവിടാം. അപ്പോൾ അതും കൂടി എടുത്ത് ഞാനങ്ങ് ഫ്രൈ ചെയ്യാൻ വെച്ചേ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റും സവാളയാണ് കേട്ടോ. പിന്നെ ഇത് പെരിഞ്ചീരകവും ഇട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റും സവാളയും പച്ചമുളക് പിന്നെ ഒരു പേരിന് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. ഇട്ടാലും അതെടുത്ത് കളഞ്ഞിട്ടായിരിക്കും ഞാൻ കൊടുത്തു വിടുന്നത്. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടൊക്കെ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് റൈസിനകത്ത് നമ്മൾ ഉപ്പിട്ടാണല്ലോ വേവിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വഴലാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് മൂടി അങ്ങ് വെക്കും കേട്ടോ. ക്യാരറ്റ് ഒന്ന് വെന്ത് വരണമല്ലോ, ഒരു പകുതി വേവെങ്കിലും ആവണം. അപ്പോൾ അതിനെ ഒന്ന് മൂടിയൊക്കെ വെച്ച് പിന്നെ കുറച്ച് കൊടുത്തു വിടാനുള്ള സലാഡും കൂടെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ആ സലാഡും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒക്കെ അരിഞ്ഞ് അതിനകത്തൊരു ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ സലാഡും കൂടെ അങ്ങ് ആക്കി വെച്ചു. പിന്നെ ബാക്കിയൊന്ന് തൈരൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് ഇടുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാലയോ ഗരം മസാലയോ അത് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ബിരിയാണി മസാല ഇടുമ്പോൾ ഒരു ബിരിയാണിയുടെ ഒരു മണമൊക്കെ വരും കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ റൈസിനകത്ത് ഒഴിക്കണം. അങ്ങനെ നെയ്യൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തു. അപ്പോൾ അതേ റൈസ് വെന്ത് മാറ്റി വെച്ചിരിക്കുന്നതുണ്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ദേ റൈസിനകത്തോട്ട് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാം കൂടിയൊക്കെ ഇളക്കി. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം മല്ലിയില ഇടാതെ ഒരു കളിയുമില്ല. അങ്ങനെ മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി അടച്ചങ്ങ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാവുമേ.
പിന്നെ ഈ ഒരു കവറിൽ ഇത് പപ്പടം പോലെ നമുക്ക് എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്ന ആ ഒരു സാധനവും കൂടി പൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു പപ്പടം പോലെ തന്നെ ഉള്ളതാണ്. പപ്പടത്തിൻ്റെക്കാൾ നല്ല കട്ടിയായി ഇതിന് കേട്ടോ. നമുക്ക് ഇത് വെറുതെ ഇരുന്ന് ഇങ്ങനെ കടിച്ചു പൊട്ടിച്ച് തിന്നാനൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. റൈസിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിന്നെ ഇതാ കൊടുത്ത് വിട്ടത് കേട്ടോ. അങ്ങനെ അത് കുറച്ച് പൊള്ളിച്ചെടുത്ത് കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ അതും കൂടെ എടുക്കാമെന്നുള്ള കണക്കിന് അതും കൂടെ പൊള്ളിച്ചെടുത്ത്. അങ്ങനെ അടുക്കളയിലെ ആ ജോലിയൊക്കെ ഒഴിഞ്ഞപ്പോഴത്തേക്കിനെ തുണിയൊക്കെ നനയ്ക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അത് ആ ഒരു മഴ പെയ്തത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതേ ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുക കഴിച്ചപ്പോൾ എണ്ണീറ്റിട്ടില്ല. ഞാൻ വിളിച്ചതുമില്ല കേട്ടോ. കുളിക്കാനൊക്കെ സമയമാകുമ്പോൾ തന്നെ എണ്ണീക്കട്ടെന്ന് വിചാരിച്ചപ്പോൾ അതൊക്കെ എണ്ണീപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ അതേ ലഞ്ച് ബോക്സും ഒക്കെ പാക്ക് ചെയ്ത് അതിനൊക്കെ ശേഷം ആയപ്പോഴത്തേന് കേശപ്പൻ എണ്ണീറ്റ് കേട്ടോ. എണ്ണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും ചായ വേണമെന്ന് പറഞ്ഞ് പിന്നെ അതേ എല്ലാവർക്കും കൂടിയുള്ള ചായയൊക്കെ വെച്ചു. പിന്നെ ഇനിയും ദോശ ഉണ്ടാക്കണം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ദോശ കുറച്ചുണ്ടാക്കിയാൽ മതി, ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ദോശ. കേശപ്പനെ ഞാൻ പറഞ്ഞല്ലോ റൈസ് തന്നെ കഴിക്കുകയുള്ളൂ. അതെപ്പോഴും ആ ഒരു ശീലമാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ കൊണ്ടുപോകാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് അത് തന്നെ കഴിച്ചിട്ട് പോവുള്ളൂ. അതുകൊണ്ട് ദോശ കുറച്ചുണ്ടാക്കിയാൽ മതി. അങ്ങനെ അതേ ദോശയും ചിക്കൻ കറിയും കൂടെ രാവിലത്തെ കാപ്പി. അങ്ങനെ ചായയും കൂടി ഇടുവാണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറന്നു പോകരുതേ. നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തൊരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം കേട്ടോ. അഭിപ്രായങ്ങളാണല്ലോ കമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നലത്തെ മീൻകറിയും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചേ. ഇന്നലത്തെ മീൻകറിക്ക് എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധമൊന്നുമല്ല, അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. മീൻകറിക്ക് കുറച്ച് പുളി കൂടിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചേ. അതുകൊണ്ട് മീൻകറി ഇന്നലത്തെ തീർന്നിട്ടില്ല. അതിനെ ഒന്ന് ചൂടാക്കി വറ്റിച്ചൊക്കെ എടുക്കണം. അങ്ങനെ കേശപ്പം പോയതിനൊക്കെ ശേഷം ഞാൻ ഇരുന്ന് ചായയൊക്കെ കുടിക്കുവാണേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.